എന്താണ് ഹാക്കത്തോൺ? ഈ ഓഡിയൻസിൽ ഹാക്കത്തോൺ അറിയില്ലെങ്കിൽ. ഓക്കെ, ഹാക്കത്തോൺസ് മീൻസ് 24 hours ഉള്ളിൽ, പിന്നെ അതുപോലെ നമുക്കാണെങ്കിലും ഒരു ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രഡിക്റ്റബിൾ റവന്യൂ ആണ്. കറക്റ്റ്. അത് ഫെലിക്സിനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഷോപ്പിഫൈനെ പറ്റി, മാർക്കറ്റ് പ്ലേസിനെ പറ്റി കൂടുതലായിട്ട് അറിയായിരിക്കും. ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു ജേർണി, ഷോപ്പിഫൈ എങ്ങനെ എക്സ്പ്ലോർ ചെയ്തത്. അപ്പൊ ഈ ഐഡിയ തന്നെയാണ് നമ്മള് മോസ്റ്റ് ഓഫ് ടൈം ഡെവലപ്പേഴ്സ് ആയതുകൊണ്ട് ഇനി അതിനുള്ള സംഭവം എങ്ങനെയാണ്, വേർഡ് യു സീ ഇറ്റ്സ് ഗോയിങ്? ഇപ്പൊ നേരത്തെ നമ്മൾ ഓഫ്ലൈൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് ജനറേറ്റഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റി ഒന്നും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എ എന്ന് പറഞ്ഞാല് ഇപ്പൊ കറന്റ്ലി ഒരു ഹൈപ്പ് സ്റ്റേജ് എന്ന് പറയാം. എല്ലാവരും എന്തെങ്കിലും എ ഐയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് ചാടുന്നുണ്ട്. പക്ഷെ ഹലോ, എൻ്റെ പേര് ഫെലിക്സ്. ഞാൻ കേരള പ്രൊഡക്ഷൻ പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ആണ്. ഇന്നൊപ്പം ഉള്ളത് ഷൈജലാണ്. ഷൈജൽ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 6 കൊല്ലമായിട്ട് നടത്തുന്ന സ്റ്റാർട്ടപ്പാണ്. ആൻഡ് ഒരു ഔട്ട്സൈഡ് ഫണ്ടിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ ബൂട്ട്സ്ട്രാപ്പ് ചെയ്ത് പോകുന്ന ഒരു കമ്പനിയാണ്. സോ ഇന്ന് ഷൈജലിനെ പറ്റിയും ഷൈജലിന്റെ പ്രൊഡക്റ്റിനെ പറ്റിയും, ആൻഡ് ഷൈജൽ ഓൾസോ സ്പെൻഡ് 50 ലക്ഷത്തിന് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഡൊമൈൻ വെബ്സൈറ്റ് മേടിക്കാനായിട്ട്. സോ വിൽ ജസ്റ്റ് ഹിയർ ഫ്രം ഷൈജൽ ഓൺ ഹൗ ഹിസ് ജേർണി ഹാസ് ബീൻ. സോ വെൽക്കം ഷൈജൽ ടു ഷോ. Thank you, Felix. Yes. Thanks for having me. Yeah. Okay. നമ്മൾ പരിചയപ്പെട്ട് 2018-ലാണ്. Okay. അപ്പൊ നിങ്ങൾ കളക്ട് ചാറ്റ് തുടങ്ങിയ സമയമാണ്. അതെ, നമ്മൾ 2017 മിഡിലാണ് കളക്ട് ചാറ്റ് ലോഞ്ച് ചെയ്ത്, ഒരു പ്രൊഡക്റ്റ് ആൻഡ് ലോഞ്ച് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ടൈമിലാണ് ഫെലിക്സ് പ്രൊഡക്റ്റ് ആൻഡ് അതേ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തത്. കറക്റ്റ്. 6 കൊല്ലമായി ആൻഡ് ദ ടീം ഹാസ് ഗ്രോൺ, പ്രൊഡക്റ്റ് ഹാസ് ഗ്രോൺ, എല്ലാം ബിഗർ ആൻഡ് ഓൾ. ബിഫോർ വി കം ടു ദാറ്റ്, ലെറ്റ്സ് ഡിസ്കസ് ദ ചൈൽഡ്ഹുഡ്. അതായത് how was your upbringing like? ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? then how you got introduced to internet and first dollar എങ്ങനെയാണ് earn ചെയ്തത്? Okay, so എൻ്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ മേ ബി ഒരു 8th സ്റ്റാൻഡേർഡ് or സംതിങ് ആ ഒരു ഇതാണ്. ഞാനൊരു മിഡിൽ ക്ലാസ്, ഒരു മലപ്പുറം ജില്ല മിഡിൽ ക്ലാസ് അങ്ങനെ ഒരു ഫാമിലി തന്നെ ആയിരുന്നു. അതിൽ ഫാദർ ഗൾഫിലാണ് ആസ് യൂഷ്വൽ, ആ ഒരു സംഭവം. അപ്പം ഫാദർ എന്തോ കമ്പ്യൂട്ടർ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു, ഒരു 8th സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു ഏർലി സ്റ്റേജിൽ എനിക്ക് ഒരു കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതായിരുന്നു ഒരു ഫസ്റ്റ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ്. ആ ഇൻ്റർനെറ്റ് ആ ടൈമിൽ തന്നെ വന്നിരുന്നു. അപ്പം ഡയലപ്പ് കണക്ഷൻ മറ്റേ അതൊക്കെ നല്ല സ്പീഡൊക്കെ നല്ല കുറവായിരുന്നു. പക്ഷേ ആ ടൈമിൽ എന്തായിരുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ തന്നെ മീൻസ് നമ്മളായിരുന്നു മെയിൻ ഫാമിലിയിലെ ഒരു കമ്പ്യൂട്ടർ ഗൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ അങ്ങനെ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ പുറത്ത് ഉള്ളവർക്ക് വീഡിയോ കോൾ ചെയ്യലുണ്ട്, അതൊക്കെ സ്കൈപ്പും യാഹു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ അതായിരുന്നു ഫസ്റ്റ് കമ്പ്യൂട്ടർ. പിന്നെ അതായിരുന്നു സ്റ്റാർട്ടിങ്. ഫാസ്റ്റ് ഫോർവേഡ് ടു കോളേജ്. പിന്നെ കോളേജിൽ നിന്നാണ് ഒരു റിയൽ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് കോളേജിൽ പഠിച്ചത്? കോളേജ് TKM കോളേജ്, കൊല്ലം, അവിടെയായിരുന്നു. അതിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ടെക് ഒക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ 2010 to 2014 പാസ് ഔട്ട് ആണ്. അതിൽ നമ്മൾ എൻ്റെ ഫൗണ്ടറും ഞാൻ അവിടെ നിന്നാണ്, കോളേജിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോഡിങ്ങിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് തന്നെ. അപ്പം നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുന്ന കോഡിങ് അല്ല, പക്ഷെ അവിടെ CPP ഒക്കെ ആണ് പഠിപ്പിക്കണമെങ്കിൽ നമ്മളൊരു PHP അങ്ങനെ വെബിലേക്കുള്ളൊരു എന്തൂസിയാസം ആ ഒരു ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ PHP സ്വന്തമായിട്ട് പഠിച്ചു. അങ്ങനെ ആ ഒരു ടൈമിലാണ്. അവിടെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കോളേജ് സീനിയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ ഒരു ചെറിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ടപ്പ് സൈറ്റൊന്നും ഇല്ല, പക്ഷെ അത്യാവശ്യം കോളേജ് ആ ഒരു അക്കാദമിക്സിന്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു 1 പ്രൊജക്റ്റായിട്ട് ഒരു ഫേസ്ബുക്ക് ആപ്പ് ഉണ്ടായിരുന്നു, ഒരു ക്രഷ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം. ഒരു ഉടായ്പ ആപ്പാണ്, പക്ഷെ എന്തോ അത് ക്രഷ്, ഫ്രണ്ട്സിന്റെ ക്രഷ് എൻ്റർ ചെയ്തിട്ട് അപ്പം അതിൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറയാം, പക്ഷെ അത് ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് ഇവരെ ക്രഷിന്റെ നെയിം സെൻഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു ആപ്പ്. ഒരു ചുമ്മാ ഒരു ഫൺ സംഭവത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പം അതെന്തോ വിത്തിൻ മന്ത്സ് ഒരു 300K, അതായത് 3 ലക്ഷം ആൾക്കാർ ഉപയോഗിച്ചു. കോളേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ ഗ്രോ ചെയ്ത് വേൾഡ് വൈഡ് കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചു. അതാണ് ഒരു 3-4 മന്ത്സ് ഗ്യാപ്പിൽ ഒരു 3 ലക്ഷം യൂസേഴ്സ് ആ ഒരു ഇതിൽ. അപ്പൊ അതില് അതാണ് എന്റെ ഫസ്റ്റ് ഡോളർ ഇന്റർനെറ്റ് മണി എന്ന് പറഞ്ഞത്. അവിടെ പൈസ ഉണ്ടാക്കി. അതെ, അത് ആഡ് ആയിരുന്നു, ഫേസ്ബുക്ക് ആപ്പിന്റെ ഉള്ളിലെ ആഡ്. എത്ര എമൗണ്ട്? ഒരു ഓൾമോസ്റ്റ് 50K INR
പെർ മന്ത് ഒക്കെ അങ്ങനെ 50K NR in 2013 13 ആ സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ബിഗ് മണിയാണ്. അപ്പൊ അന്ന് ആ എമൗണ്ട് വെച്ച് എന്തായിരുന്നു ചെയ്തിട്ട് എന്താണ് ഫസ്റ്റ് പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്തില്ല, ചുമ്മാ അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിന് ട്രീറ്റ് ചെയ്തു അങ്ങനെ. പിന്നെ ഗാഡ്ജറ്റ്സ് പണ്ട് മുതലേ ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങള് അന്ന് അങ്ങനത്തെ ക്യാമറയും ടാബ്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി മെയിനായിട്ട്. പിന്നെ കുറച്ച് ട്രിപ്പ് പോയി അങ്ങനെ സ്വന്തമായിട്ട്. കോളേജിൽ നിന്ന് യൂഷ്വലി എന്താ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. അന്ന് ഏത് ഇയർ ആയിരുന്നു ഇത്? അത് കോളേജ് ഒരു 3rd year ആവുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കോളേജ് മൊത്തം ഫേമസ് ആയോ, അല്ലെങ്കിൽ? അതെ, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കോളേജിൽ നിന്ന് കുറച്ച് പേർക്ക് മനസ്സിലായി. നമ്മള് അറിയുന്നതാണെങ്കിൽ അവര് കയ്യിൽ കിട്ടുന്ന കണ്ടപ്പോ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. കോളേജിൽ ഉള്ളിൽ നിന്ന് വേറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട്? കോളേജിന്റെ ഉള്ളിൽ നിന്ന് വേറെ പ്രൊഡക്റ്റ് അങ്ങനെ നോക്കിയില്ല. സൈഡ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. നമ്മളിപ്പം എൻ്റെ കറന്റ് കോ ഫൗണ്ടർ അസ്ലം, പിന്നെ നമ്മൾ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വേറെ ഉണ്ടായിരുന്നു. 3 പേരും കൂടി ഇങ്ങനെ ഹാക്കത്തോൺസ് നന്നായിട്ട് പോയിരുന്നു. എന്താണ് ഹാക്കത്തോൺ? ഈ ഓഡിയൻസിൽ ഹാക്കത്തോൺ അറിയില്ലെങ്കിൽ. ഹാക്കത്തോൺസ് മീൻസ് 24 hours ഉള്ളിൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. അതായത് ഫ്രം ഐഡിയ സ്റ്റേജ് ടു പ്രൊഡക്ഷൻ, അതായത് റെഡി യൂസേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ അത് ചില കമ്മ്യൂണിറ്റീസ് ആയിരിക്കും നടത്തുക, അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ അവരുടെ തീമിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ കോളേജ് ടൈമിൽ നന്നായിട്ട് ഹാക്കത്തോൺസ് പുറത്ത് ക്യാമ്പസും പുറത്ത് കമ്പനീസ്, ഇപ്പോൾ ബാംഗ്ലൂർ അവിടെയൊക്കെ പോയിട്ട് അങ്ങനെ ഹാക്കത്തോൺസിന് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു കാര്യം നന്നായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും. അതെ, നെറ്റ്വർക്കിംഗ് ഡെഫിനറ്റ്ലി. പിന്നെ സ്കിൽസ് ആണെങ്കിലും നമ്മൾ പുതിയ ടെക്നോളജി പഠിക്കുമ്പോൾ അത് പരീക്ഷിക്കാൻ പറ്റിയ സംഭവമാണ്. ഹാക്കത്തോൺ ആകുമ്പോൾ നമ്മൾ എന്തായാലും റിയൽ പ്രൊഡക്റ്റ് മേ ബി ഉണ്ടാക്കുന്നുണ്ടാവില്ല, പക്ഷെ ടൈം വെച്ചിട്ട് ഇത്രയും ലേൺ ചെയ്ത് ആ 24 hours ഉള്ളിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ടഫ് സംഭവം തന്നെയാണ്. ചില കമ്പനീസ് ഒക്കെ മന്ത്സ് ഓർ ഇയേഴ്സ്, മേ ബി ഇയേഴ്സ് എടുക്കുന്ന സംഭവം ഒരു 24 hours ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാനുള്ള. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കിൽസ് ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ പറ്റി ആ ഒരു കോളേജ് ടൈമിൽ തന്നെ. അങ്ങനെ ഹാക്കത്തോൺസ് വിൻ ചെയ്തിരുന്നു. ഒരു 2-3 ഹാക്കത്തോൺസ് ഫസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയത്. നമ്മൾ ഈ ഒരു 3 ആൾക്കാർ അങ്ങനെ ഒരു ടീം തന്നെ പോയി. അന്ന് തൊട്ട് തന്നെ അതെ, അസ്ലം എന്നെ കൂടെ ഉണ്ടായിരുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ UAE മൂവ് ചെയ്യല്ലേ? അതെ, കോളേജ് കഴിഞ്ഞ് ഞാൻ നേരെ പ്ലേസ്മെന്റ് കിട്ടി. അങ്ങനെ ആസ് യൂഷ്വൽ ഒരു നോർമൽ കോർപ്പറേറ്റ് ജോബ് ആ ഒരു ഇതിൽ തന്നെ കയറി. പിന്നെ ആ ഒരു സ്റ്റാർട്ടിങ് മുതലേ മീൻസ് ഇതെല്ലാം നമുക്ക് ലൈഫിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു മൈൻഡിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ വേറെ കോ ഫൗണ്ടർ നമ്മളെ സൽമാൻ, അറിയില്ല? ഓക്കെ. അപ്പൊ നമ്മള് ഒക്കെ ആയിട്ട് ചുമ്മാ അന്ന് ആ ടൈമില് ഒരു ബോധമില്ലാത്ത ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ദുബായിൽ പോയി സ്റ്റാർട്ടപ്പ് തുടങ്ങാന്നുള്ള ഒരു ക്രേസി ഐഡിയ. ഐഡിയ എന്തിനുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഇപ്പൊ നോക്കുമ്പോ അത് നല്ല മണ്ടത്തരായിരുന്നു തോന്നുന്നത്. അത് നമ്മള് ഇവിടെ കേരളത്തില് നമ്മളെ ഹോം ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് അത്രയും ടഫായിട്ടുള്ള കാര്യമാണ് സ്റ്റാർട്ടപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. നമ്മള് നേരെ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി അങ്ങനെ കുറച്ചു കാലം ട്രൈ ചെയ്തു. പക്ഷേ ഒരു ഇൻവെസ്റ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് റേസ് ചെയ്യാൻ നോക്കി. പക്ഷെ എന്തോ കുറച്ചു കാലം ഒരു 3-4-5 months ഓർ സംതിങ് അങ്ങനെ നമ്മള് ഫണ്ട് റേസ് ചെയ്യാൻ നോക്കി. പക്ഷെ ഇൻവെസ്റ്റേഴ്സ് ബാക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഇതായിരുന്നു. കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അത്രയും മൂവ് ചെയ്ത്. പക്ഷെ പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റൂല എന്നുള്ള സ്റ്റേജ് വന്നപ്പോൾ പിന്നെ കമ്പനി വീണ്ടും ഒരു ജോബിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള ഒരു സ്റ്റേജിൽ വന്ന് അങ്ങനെയാണ് ഞാൻ ദുബായിലൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നത്, ബോക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അവിടെ കയറി. അവിടെ നിന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഒരു ഓൾമോസ്റ്റ് 1 year പിന്നെ അവിടെ ആ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തു. സ്റ്റാർട്ടപ്പ് ഒരു റിയൽ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു ടീം ഡൈനാമിക്സും കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് അവർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. പക്ഷെ സ്റ്റിൽ നമുക്ക് അവിടെയും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതും VC ഫണ്ടഡ് ആയിരുന്നു. അപ്പം അതിൽ ഒരു കുറച്ച് കഴിഞ്ഞൊരു 1 year ഒക്കെ കഴിഞ്ഞപ്പോഴും അവർ ഫണ്ടിങ് ഡ്രൈ ഔട്ടായി. ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ എന്തോ അതും ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു അങ്ങനെ. പക്ഷെ അതിന് മുമ്പേ തന്നെ ഏകദേശം അതിന് പാരലലായിട്ട് തന്നെയാണ്
ഈ ഒരു സൈഡ് പ്രൊജക്ട്സ്. ഞാൻ സൈഡ് പ്രൊജക്ട്സ് അതിൻ്റെ സൈഡായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ഈവൻ ഫുൾ ടൈം ജോബിലാണെങ്കിലും മേക്ക് എ ചളി അതൊന്ന് ഓഡിയൻസിനൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ ഒരു ഫൺ സൈഡ് പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പം അതിൽ ആ ടൈമിൽ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഈ ചളി ട്രോൾസ് എന്ന് പറഞ്ഞ സംഭവം നന്നായിട്ട് തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടായിരുന്നു ട്രോൾസും കാര്യങ്ങളൊക്കെ. അപ്പം അതിൽ ട്രോള് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സാധാരണ കുറേ ട്രോളേഴ്സൊക്കെ പെയിൻറ്റും ഒക്കെ MS Paint ഒക്കെയാണ് ഇരുന്ന് ഉപയോഗിച്ചത്. അപ്പം അതിനൊരു വെബിലൊരു ചുമ്മാ ഒരു പ്ലാറ്റ്ഫോം, അതായത് ടെംപ്ലേറ്റ്സ് നേരെ അതിൽ തന്നെ ഉണ്ടാവും, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു വെബ്സൈറ്റ്, ഒരു ഇമേജ് എഡിറ്റർ എന്ന് പറയാം, അങ്ങനെ അതായിരുന്നു മേക്ക് എ ചളി. അപ്പം അത് റെസ്പോൺസ് ആൾക്കാർ ഉപയോഗിക്കാറുണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം അതിൽ നമുക്ക് മെയിനായിട്ട് ഉള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട് ചളി സ്പെസിഫിക് ആയിട്ടുള്ള. അപ്പം അതിലൊക്കെ ചാലു യൂണിയൻ, ഇന്റർനാഷണൽ ചളി യൂണിയൻ, ICU പറഞ്ഞിട്ട്. അപ്പൊ അവര് അതിന്റെ ഫൗണ്ടറൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തു. അങ്ങനെ അത്യാവശ്യം ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ നന്നായിട്ട് യൂസ് ചെയ്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഒരു മെസ്സഞ്ചർ ചാറ്റ് ബോട്ട് ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അതെ. അപ്പോൾ ചാറ്റ് ബോട്ട്സ് മേ ബി ഫസ്റ്റ് ചാറ്റ് ബോട്ട് അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കിയത്. അങ്ങനെ അത് അങ്ങനെ സൈഡ് പ്രൊജക്ട്സ് അങ്ങനെ ഇല്ല, അതില് റവന്യൂ ഇല്ല. ഫൺ പ്രൊജക്ട് എന്നുള്ള ഒരു സംഭവമാണ്. ഒന്നാമത് നമുക്ക് ടാർഗറ്റ് യൂസേഴ്സ് ഇന്ത്യൻ ഓർ കേരള എന്ന് പറഞ്ഞാല് നമുക്കത് മോണിറ്റൈസ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അത് ബാക്ക് ഇൻ 2014-15 സമയത്ത്. അതെ ആ ടൈമില്. ഇപ്പം ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം മോണിറ്റൈസ് ചെയ്യലല്ലായിരുന്നു അതിന്റെ ഉദ്ദേശം. ഇപ്പം നമുക്ക് ഒരു ഫൺ പ്രൊജക്ട് ഓർ സ്കിൽസ് അപ്സ്കിൽ ചെയ്യാന്നുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം ഫുൾ ടൈം ജോബിലാണെങ്കിലും അങ്ങനെ അത് അതിന്റെ സൈഡായിട്ട് പോകണ്ടായിരുന്നു. പിന്നെ കമ്പനി എന്താ പറയാ ഫണ്ട് ട്രൈ ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നെക്സ്റ്റ് മൂവ്? അത് കഴിഞ്ഞിട്ടല്ല, അതിന്റെ മുമ്പ് തന്നെ എന്തോ ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മള് ഒരു ഇതേപോലത്തെ ഒരു സൈഡ് പ്രൊജക്ട് ആയിട്ട് തന്നെയാണ് കളക്ട്.chat സ്റ്റാർട്ട് ചെയ്യുന്നത്. കളക്ട്.chat എന്ന് പറഞ്ഞാല് ഒരു ഇന്ററാക്റ്റീവ് ചാറ്റ് ബോർഡ്സ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ വരുന്ന വിസിറ്റേഴ്സിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ടാവും. വട്ട് യു വാണ്ട്, യുവർ ഇമെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഒരു ലൈവ് ചാറ്റ് ഓർ അങ്ങനെ ഒരു ലൈവ് ഇന്റർഫേസ് കൊടുക്കുകയാണെങ്കിൽ അത് ഒരാൾ ഇരുന്നിട്ട് ചോദിക്കേണ്ടി വരും ഓരോ ചോദ്യങ്ങൾ. അപ്പോൾ അത് ഒരു ഓട്ടോമേറ്റഡ് ചാറ്റ് ബോട്ട്, അത് വരുന്നവരോട് നമ്മൾ ഒരു പ്രീഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ചോദിക്കും എന്നുള്ള ഒരു ചാറ്റ് വിഡ്ജറ്റ്, അത് വെബ്സൈറ്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചാറ്റ് ബോക്സ് ആയിട്ട് കാണും. അപ്പം അതാണ് ബേസിക്കലി കളക്ട്.chat. അപ്പോൾ അതിലേക്ക് ഉണ്ടാവാനുള്ള സാഹചര്യം അത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ട്രാവൽ വെബ്സൈറ്റ് ഉണ്ട്, യാത്രാമന്ത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പം കറന്റ് ഓപ്പറേറ്റിംഗ് ആണോ എന്നറിയില്ല, കുറച്ച് ഇതായിട്ട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പോൾ എനിവേ അന്ന് നല്ല ബൂമിങ് ആയിട്ടുള്ള, അപ്പോൾ നല്ല ഒരു ട്രാഫിക് ഒക്കെ ഉണ്ട് സൈറ്റിൽ. പക്ഷെ ഇവർക്ക് കൺവേർഷൻസ് നന്നായിട്ട് കുറവായിരുന്നു. ലിങ്ക് എടുത്തിട്ട് കോൺടാക്ട് ഫോം ആയിരുന്നു അവരുടെ മെയിൻ ഒരു കൺവേർട്ടിങ് ഒരു സംഭവം. അപ്പൊ അത് ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ മെക്കാനിസത്തിലേക്ക് നോക്കാനുള്ള വിസിറ്റേഴ്സ് ഉണ്ടായിട്ടും അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോമിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് അതായിരുന്നു പ്രോബ്ലം. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ അതിന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ്, അതിനുള്ള സൊല്യൂഷൻസ് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ഈ ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞ സംഭവം. ആ ടൈമിൽ കുറച്ച് ഏർലി സ്റ്റേജ് ആയിരുന്നു, പിന്നെ ഒരു ഹൈപ്പായിട്ട് വന്ന സംഭവമാണ് ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഞാൻ അവൻ്റെ ട്രാവൽ വെബ്സൈറ്റിന് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത് ഫസ്റ്റ്. ഫസ്റ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കൺവേർഷൻസ് കൂടുമോ? വാട്ട് ഡിഫറൻസ്? കൺവേർഷൻസ് ഡെഫിനറ്റ്ലി നന്നായിട്ട് കൂടിയിരുന്നു. ഒരു 3x ആയിരുന്നു. 3x ആയി. അപ്പോൾ അതിൽ നിന്ന് സംഭവം വർക്ക് ആവുന്നുള്ള മനസ്സിലായി. കറക്റ്റ്. അപ്പം ഇതുപോലെ വാലിഡേഷൻ നടന്നു. പിന്നെ ഇതുപോലത്തെ സ്മോൾ ബിസിനസ്സസ് വേൾഡ് വൈഡ് ഉണ്ടാവും എന്നുള്ള ഒരു റിയലൈസേഷൻ എപ്പോഴാണ് വന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് അങ്ങനെ കൺവേർഷൻ നടക്കും എന്നുള്ള വാലിഡേഷൻ കഴിഞ്ഞപ്പോൾ അപ്പൊ അതൊരു സാസ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം എന്നുള്ള ഒരു. എന്താണ് സാസ്? നിങ്ങളൊരു ഉണ്ടാക്കുന്ന ടൂൾ സാസ് പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് സാസ് എന്ന് പറയുന്നത്? സാസ് ബൈ ഡെഫിനിഷൻ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രഡീഷണൽ സോഫ്റ്റ്വെയർ, പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഡൗൺലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് അത് കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അതൊരു 1 ടൈം ഫീ കൊടുത്തിട്ട് നമ്മളൊരു ബൈ ചെയ്ത് നമ്മൾ പിന്നെ അത് ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു സംഭവമായിരുന്നു കോൺസെപ്റ്റ്. അപ്പം അത് സാസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി നമ്മുടെ ടൈമിലൊക്കെ ആ ഒരു ടൈമിൽ ഒരു ഫ്രഷ് കോൺസെപ്റ്റ് ആയിരുന്നു.
അപ്പം അതിൽ മന്ത്ലി ഫീ ഓർ ഒരു ഫുൾ ടൈം കോൺട്രാക്ട് ഓർ വൺ ടൈം ബൈ അല്ലാതെ നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കാശ് കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ്, ആ ഒരു കോൺസെപ്റ്റാണ് സാസ് എന്ന് പറഞ്ഞാൽ. അതിൽ ഫസ്റ്റ് ഒരു സാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെയിൽസ് ഫോഴ്സ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു ബിഗ് കോൺട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വൺ ടൈം ഒരു വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ആൾക്കാർ സോഫ്റ്റ്വെയർ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് കൊടുത്തിട്ട് വാങ്ങാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത് സാസ് വെച്ചിട്ടാണ്. അപ്പം അത് നല്ലൊരു കോൺസെപ്റ്റായി തോന്നി. അത് ആൾക്കാർക്ക് ഒരു വലിയ എമൗണ്ട് ആദ്യം സ്പെൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ അതുപോലെ നമുക്കാണെങ്കിലും ഒരു ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ സാസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രഡിക്റ്റബിൾ റവന്യൂ ആണ്. കറക്റ്റ്. ഇപ്പം ഇത്ര ആൾക്കാർ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന മാസം ഇത്ര എമൗണ്ട് വരും എന്നുള്ളൊരു കറക്റ്റ് എമൗണ്ട് ഒരു ഇതുണ്ട്. മറ്റേ ഒരു വൺ ടൈം ബൈ എന്ന് പറഞ്ഞാൽ ഒരു മാസം ചിലപ്പം ഒരു 10-20 അല്ലെങ്കിൽ ഒരു 100 ആൾക്കാർ വാങ്ങുന്ന പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുമായിരിക്കും. പക്ഷെ അടുത്ത മാസം ചിലപ്പോൾ അവരുണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഇത് റിക്കറിങ് ഒരു കണ്ടിന്യൂസ് റവന്യൂ, ഒരു പ്രഡിക്റ്റബിൾ റവന്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് ഡെഫിനറ്റ്ലി ആസ് എ ക്രിയേറ്റർ നല്ലൊരു ബിസിനസ് മോഡലാണ്. അത് യൂസേഴ്സിനും നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സാസ് റെവല്യൂഷൻ നന്നായിട്ട് ഹിറ്റായി. പണ്ട് മുതലുള്ള ആ ഒരു ട്രഡീഷണൽ വൺ ടൈം ബൈ എന്നുള്ളത് മാറിയിട്ട് സാസിലേക്ക് നന്നായിട്ട് വന്നിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ കളക്ട് ചാറ്റ് പിന്നെ സാസിലേക്കാണ് പോകുന്നത്. അതെ, നമ്മൾ ആ ടൈമിൽ ആ ഒരു ബിസിനസ് മോഡൽ നല്ല ഒരു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത്, ഞാൻ കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ബ്ലോഗ്സ് ഒക്കെ കണ്ടിട്ടാണ് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, ബൂട്ട് സ്ട്രാപ്പിംഗ് ടു സക്സസ്, ഹൗ ടു റീച്ച് $10,000 മന്ത്ലി എന്ന് വെച്ചാൽ 7-8 ലക്ഷം ഇൻ മന്ത്ലി ഇൻ 1 year. അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ലൈക്ക് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ദർ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു, ലൈക്ക് ആ ബ്ലോഗ് എഴുതാനുള്ള കാരണം കൂടി? ഓക്കെ, ബ്ലോഗ് എഴുതുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, നമ്മളൊരു സക്സസ് സ്റ്റേജ് എത്തിയപ്പോഴാണ്. അപ്പം അത് ആൾക്കാർക്ക് നമ്മൾ റിലേറ്റബിൾ ആണ്, കുറച്ച് ഇൻസ്പയർ ചെയ്യാം എന്നുള്ള ഇതിലാണ് ബ്ലോഗ് എഴുതുന്നത്. ഫസ്റ്റ് 1 year കൊണ്ട് 10K MRR, $10,000 എന്ന് പറഞ്ഞത് നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു $1,000 പെർ മന്ത് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ജോബ് ക്വിറ്റ് ചെയ്യും, ആ ഒരു രീതിയിലായിരുന്നു. ഓക്കെ. അപ്പം അത് നമുക്ക് ചെയ്തിട്ടാണോ 10,000 എത്തിയത്, അല്ലെങ്കിൽ ജോബ് ചെയ്യുന്നതോടൊപ്പം തന്നെയായിരുന്നു ആ ടൈമിൽ എന്ന് പറയാം? ആ ഒരു കോയിൻസൈഡിങ് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ ജോബ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള സ്റ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് റവന്യൂ കിട്ടിയപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ അന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1K ആയിരുന്നു. പക്ഷെ അത് നമ്മൾ 1 ഇയറിന്റെ ലെസ് ദാൻ 1 year ആണ് നമുക്ക് 10K MRR എന്നുള്ള മന്ത്ലി റിക്കറിംഗ് റവന്യൂ MRR എന്ന് പറഞ്ഞാൽ. അപ്പം അത് അച്ചീവ് ചെയ്യാൻ പറ്റി. അതിൽ എനിക്ക് വേറെ എക്സൈറ്റിംഗ് ഉള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് സ്ട്രാപ്പിംഗ്. ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്താണ്? ആൻഡ് ഇപ്പൊ ആസ് മൈക്രോ കമ്പനി കളക്ട് ചാറ്റ് എല്ലാം ബൂട്ട് സ്ട്രാപ്ഡ് ആണ്. നിങ്ങൾ പുറത്തുനിന്ന് ആരും ഫണ്ട് മേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ ആ ഒരു പാത്ത് കോൺഷ്യസ്ലി ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ ആ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് മണി ഉപയോഗിക്കാതെ നമ്മൾ കസ്റ്റമേഴ്സിന്റെ എമൗണ്ട് പെർ മണി ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പനി റൺ ചെയ്യാം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് എൻ്റെ ഫെയിൽഡ് സ്റ്റാർട്ടപ്പ്, ഞാൻ പറഞ്ഞ പോലെ ആ ദുബായിലെ ഫെയിൽഡ് സ്റ്റാർട്ടപ്പും അതേപോലെ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്ത ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ബോക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ 2 കമ്പനീസിൽ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് കമ്പനി ഷട്ട് ഡൗൺ ആവാനുള്ള കാരണം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് ഫണ്ടിങ് കിട്ടാത്തത് കൊണ്ടായിരുന്നു. അപ്പം അതല്ല ഓൺലി വേ ടു റൺ എ കമ്പനി. അപ്പം അത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മളെ പേ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് തന്നെ വെച്ചിട്ട് നമുക്ക് കമ്പനി റൺ ചെയ്തുകൂടാന്നുള്ളൊരു ആ ഒരു ഇതിൽ നിന്നാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ആ ടൈമിൽ അത് ചെയ്യുന്നൊരു ഭയങ്കര കുറവായിരുന്നു. അന്ന് സസ്റ്റൈനബിളും ആണത്. പിന്നെ അന്ന് ഈ ഫണ്ടിങ് ഹൈപ്പ് ആ സമയത്തൊക്കെയാണ്. അപ്പോൾ അത് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ടെക് ന്യൂസ് ഫോളോ ചെയ്യുന്നവര് മെയിനായിട്ട് ഇപ്പോൾ ടെക് ക്രഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ഫണ്ടിങ്, ഈ കമ്പനി ഇത്ര ഫണ്ട് റൈസ് ചെയ്തു, ഇത്ര ഫണ്ട് റൈസ് ചെയ്തു. അല്ലാതെ ആരും ഒരു ബൂട്ട് സ്ട്രാപ്ഡ് കമ്പനി സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ വരാൻ പോകുന്നില്ല. എത്ര റവന്യൂ ജനറേറ്റ്, ഇത്ര പ്രോഫിറ്റ്, അങ്ങനെ ആരും ഷെയർ ചെയ്യാൻ. അതെ, അത് എന്തോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചിലവർക്ക്, മിക്കവാറും ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഓൺലി വേ ടു ഡു സ്റ്റാർട്ടപ്പ് ഈസ് റൈസിങ് VC ഫണ്ട് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. പക്ഷെ അങ്ങനല്ല. നമുക്ക് ഈ ഒരു സാസ്, ഒരു റിക്കറിങ് പ്രഡിക്റ്റബിൾ റവന്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്ത് പോകാൻ പറ്റും. അതെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ Y Combinator എന്ന ഒരു ആക്സിലേറ്ററിലേക്ക് സെലക്ടഡ് ആയി.
അപ്പൊ അതിന്റെ ഒരു ജേർണി ഷെയർ ചെയ്യാൻ പറ്റുമോ? യു ഗോട്ട് ഓൾ എക്സ്പെൻസ് ട്രിപ്പ് ടു US, സിലിക്കൺ വാലി. അതെ. Could you share? ഓക്കെ, നമ്മള് Y Combinator വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആക്സിലറേറ്റർ മീൻസ് ഒരു സ്റ്റാർട്ടപ്പ് ഏർലി സ്റ്റേജിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അത് ഫണ്ടിങ് ആകാം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആകാം, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാം ആക്സിലറേറ്റർ. അപ്പം അതിൽ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആക്സിലറേറ്റർ ആണ് Y Combinator. അപ്പം നമ്മൾ ഏതൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും വൺ സ്റ്റേജ് അവർ Y Combinator അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. എല്ലാവരും ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്ത് പക്ഷെ റിജക്റ്റഡ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ അത് അവർക്ക് ഓരോ ബാച്ച് ഉണ്ട്, ഇയർലി 2 times ആണ്. അതിൽ നമ്മൾ 3rd ടൈം എന്തോ ആണ് അപ്ലൈ ചെയ്ത് അങ്ങനെ സെലക്റ്റഡ് ആയത്. അതിൽ US ആണ് ഇന്റർവ്യൂ, ഫൈനൽ സ്റ്റേജ് റൗണ്ട്. ഫസ്റ്റ് അവരെ ഫുള്ള് വാലിഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് US വെച്ചിട്ടാണ് ഫൈനൽ റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവുക. അതിൽ നമുക്ക് അത് ഫുൾ പെയ്ഡ് ട്രിപ്പ് ആയിരുന്നു. അതായിരുന്നു അതിന്റെ എക്സൈറ്റിംഗ് പാർട്ട്. നമ്മള് ഫണ്ട് റൈസിംഗ് US വിസ അല്ലായിരുന്നു. അപ്പൊ US വിസ കിട്ടുക എന്നുള്ളത് ഒരു ആസ് ഇന്ത്യ നമുക്ക് കുറച്ച് ടഫർ സംഭവമാണ്. ഈ ഒരു ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻവൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും എന്നല്ല, അതും ഒരു നല്ല കാര്യമായിരുന്നു. 10 കൊല്ലത്തേക്ക് അടിച്ചു കിട്ടും. അതെ, 10 കൊല്ലത്തേക്ക് നമുക്ക് B1 B2 എന്ന് പറഞ്ഞ വിസ. അപ്പൊ അത് വെച്ചിട്ട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് വേറെ കൺട്രീസിൽ ഓണറൈവൽ വിസ ഒക്കെ അടിച്ചു കിട്ടാൻ നല്ല സുഖമുള്ള ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് Y Combinator കാരണം നമുക്ക് നമ്മൾ സെലക്ട് ആയില്ല, ഫൈനൽ റൗണ്ട് സെലക്ട് ആയില്ല. പക്ഷെ അതുകൊണ്ട് ഒരു ഫുൾ പെയ്ഡ് US ട്രിപ്പും പിന്നെ ഒരു US വിസയും കിട്ടിയെന്ന് അങ്ങനെ വിചാരിക്കാം. അപ്പൊ നമുക്ക് എൻ ഗോള് YC സെലക്ട് ആവണം എന്നുള്ള, അത് സെലക്ട് ആവണമെങ്കിൽ നമ്മള് കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ അത് അത്രക്ക് നമ്മൾ എംഫസൈസ് ചെയ്തിട്ടില്ലായിരുന്നു YC കിട്ടണം എന്നുള്ളത്. അപ്പൊ അത് ഒരു ഡിഫറെന്റ് ഗോൾ, ഒരു ഗെയിമാണ് ആക്ച്വലി. അപ്പൊ YC വൺസ് ഫണ്ട് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു ഈ ബൂട്ട് സ്ട്രാപ്ഡ് ആയിരിക്കും, പിന്നെ അതേപോലെ റിമോട്ട്, അത് ഒരു ഓഫീസ് സ്പേസ് ഉണ്ടാവില്ല എന്നുള്ള ഈ 2 കാര്യങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രം ഡേ 1 നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴും പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കളക്ട് ചാറ്റ് സക്സസ്ഫുൾ ആയി. ഇറ്റ് ഹാസ് ചേഞ്ച് യുവർ ലൈഫ് എ ലോട്ട്. അപ്പൊ അതില് എന്തായിരുന്നു, യു മേഡ് എ ബിഗ് പർച്ചേസ്, അതൊന്നും ഷെയർ. ഇത്ര ഇമോഷണൽ കൂടിയാണ്, യു റീകൺസ്ട്രക്റ്റഡ് യുവർ ഹൗസ്. അതെ. അപ്പൊ എനിക്ക് എൻ്റെ വീട് ഒരു റീകൺസ്ട്രക്ഷൻ ഫേസിലായിരുന്നു. അപ്പൊ അതിൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ഫാമിലി വീടാണ് എന്നാലും നല്ലതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ സ്വന്തമായിട്ട് കാർ വാങ്ങാൻ പറ്റി. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അത് ലൈഫ് സെറ്റിലായിട്ട് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റി. അപ്പൊ നമ്മള് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു ഫ്രീഡം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ഫ്രീഡത്തിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുമോ? അതെ. അപ്പം ഫ്രീഡം ടു യു, ലൈക്ക് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അൾട്ടിമേറ്റ്ലി ഫ്രീഡത്തിന് വേണ്ടിയാണ് അല്ലേ? അപ്പൊ നമുക്ക് അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ ചെയ്യാം. വി ആർ ഡൂയിങ് ദിസ് ടു അറ്റൈൻ ഫ്രീഡം. അപ്പൊ എന്താണ് ഷൈജലിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഫ്രീഡം? ഓക്കെ, എൻ്റെ ഫസ്റ്റ് ബ്ലോഗിന്റെ ടൈറ്റിൽ അതായിരുന്നു, ബൂട്ട് സ്ട്രാപ്പിംഗ് ദ സ്റ്റാർട്ടപ്പ് ഫോർ ഫ്രീഡം അല്ലേ, ഇൻ പെർസ്യൂട്ട് ഓഫ് ഫ്രീഡം. അപ്പം ഫ്രീഡം എന്ന് വെച്ചാൽ എനിക്ക് ഫ്രീഡം ഫോർ മണി ആൻഡ് ഫ്രീഡം ഫോർ ടൈം ആ ഒരു സംഭവമാണ്. നമുക്ക് ഒരാവശ്യം, ഒരു ഫിനാൻഷ്യലി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റണം എന്നുള്ള ആ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം ഫ്രീഡം. അപ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് ജോബിൽ വർക്ക് ചെയ്തപ്പം അത് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു എൻ്റെ മെയിൻ എയിം വൈൽ സ്റ്റാർട്ടിങ്. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫോം ചെയ്ത് ആ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ എന്താണ് ഫെലിക്സിന്റെ കാഴ്ചപ്പാടിൽ? ഡെഫിനറ്റ്ലി ഞാൻ ആ ബ്ലോഗ് വായിക്കുന്നത് ഞാൻ കോളേജിൽ തേർഡ് ഇയർ സമയത്താണ്. അപ്പോൾ ഞാൻ ഇൻഫ്ലുവൻസ് ആയത് പുറത്തുള്ളവരെന്നല്ല, നമ്മുടെ കേരളത്തിലുള്ള ഈ ചുറ്റുവട്ടത്തുള്ള സാസ് പ്രൊഡക്റ്റ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഗ്ലോബലി ഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ലുക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ആ പോയിന്റിൽ ആ ഒരു ബ്ലോഗ് വാസ് സൂപ്പർ ഇൻസ്പയറിംഗ് ഫോർ മീ. അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമും wherever you want, whenever you want, whomever you want, ആ ഒരു സാധനം can be attainable by having a own business. അപ്പോൾ അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്, ടു ഹാവിങ് എ ഫ്രീഡം ആസ് വെൽ. അപ്പോൾ അതും ഞാൻ ഒരു ഇത് അച്ചീവ് ചെയ്തു ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ബട്ട് ആ ഒരു ബ്ലോഗ് വാസ് ദ ഹോൾ ബിഗിനിങ് ഫോർ മീ. ഗുഡ് ടു നോ. ഇനി നൗ കളക്ട് ചാറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തു,
ഇവൻ 20 ലക്ഷത്തോളം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഡൊമൈൻ വരെ മേടിച്ചിട്ടുണ്ട്. Okay. അപ്പോൾ അതിലേക്കുള്ളൊരു മൂവ്മെന്റിനുള്ളൊരു ഇപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്, എത്ര ഡൊമൈൻ എത്രയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, Okay. അതൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. ഓക്കെ, നമ്മൾ കളക്ട്.chat എന്ന് പറഞ്ഞ ഡൊമൈൻ വാങ്ങുന്ന ടൈമിൽ നമ്മൾ അത് അത്ര എമൗണ്ട് കൊടുത്തിട്ടല്ല വാങ്ങിയത്. ഞാൻ മൊത്തത്തിൽ നമ്മളൊരു മിഡിൽ ക്ലാസ് അപ്ബ്രിങ്ങിങ് ആയതുകൊണ്ട് കുറച്ച് ഫ്രുഗൽ ആ ഒരു സംഭവമായിരുന്നു. അത് അധികം സ്പെൻഡ് ചെയ്യില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ .com ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് .chat ഒരു അൺകൺവെൻഷനൽ ഒരു ഡൊമൈനാണ്. കളക്ട്.chat എന്നാണ് നമ്മൾ കളക്ട്.chat.com പകരം കളക്ട്.chat ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇപ്പോഴും കളക്ട്.chat ആണ് നമ്മൾ മെയിൻ പ്രൊഡക്റ്റ്. കളക്ട്.com ഉണ്ട്, ഇപ്പൊ കറന്റ് ഉണ്ട്, പക്ഷെ നമ്മളെ മെയിൻ ഒരു ഡൊമൈൻ മറ്റേതന്നെ. അപ്പൊ അത് കുറഞ്ഞ എമൗണ്ടിന് കിട്ടിയത് കൊണ്ടാണ് അന്ന് വാങ്ങിയത്. പക്ഷെ എന്തുകൊണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റിയലൈസ് ചെയ്ത് അത് ഡൊമൈൻ വാങ്ങുക എന്നുള്ളത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ ഒരു ലാൻഡ് വാങ്ങുന്ന പോലെ റിയൽ വേൾഡിൽ നമ്മൾ ഒരു ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കട സ്റ്റോറോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാം, അല്ലെങ്കിൽ അത് ലേറ്റർ ഓൺ അത് മറിച്ച് വെക്കാം. അപ്പൊ അതുപോലൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡൊമൈൻ എന്ന് തോന്നി. അപ്പം ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് അത് ഒരു അസെറ്റ് ആയിട്ട് ഉണ്ടാവും. കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡൊമൈൻസിൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം കറന്റ്ലി ഉള്ള പ്രൊഡക്റ്റിലൊക്കെ അത്യാവശ്യം നല്ല മീനിങ് ഫുൾ ഡൊമൈൻസ് തന്നെ എടുക്കാൻ പറ്റി. ഇപ്പം store.link ആണെങ്കിൽ ഈ ഒരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ help.center ഉണ്ട്, ഒരു ഈ കസ്റ്റമർ സപ്പോർട്ട് AI ബേസ്ഡ് കസ്റ്റമർ സപ്പോർട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിനൊക്കെ നല്ല മീനിങ് ഫുൾ ഡൊമൈൻസ് വാങ്ങാൻ പറ്റി. അപ്പൊ ടോട്ടൽ സ്പെൻഡിങ് നോക്കുകയാണെങ്കിൽ ഒരു 50 lakh above നമ്മൾ ഡൊമൈനിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10+ ഡൊമൈൻസ് നല്ല അഡീഷണറി വേർഡ്സ് ആ ഒരു ഇതിൽ തന്നെ. ഇനി ഏതെങ്കിലും ഡൊമൈൻസ് മേടിച്ചിട്ട് ഉപയോഗിക്കാതെ അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞാല് നമ്മളെ കയ്യിൽ ഉപയോഗിക്കാത്ത ഡൊമൈൻസ് എന്തായാലും ഉണ്ടാവും. നമ്മള് ഉപകാരപ്പെടുന്നുള്ള ഫസ്റ്റ് നോക്കല് അതൊരു ഐഡിയ സ്റ്റേജിൽ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഡൊമൈൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് പിന്നെ ബാക്കി ഒരു സ്റ്റേജിലേക്ക് പോവാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാത്ത ഡൊമൈൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മൈക്രോ കമ്പനി, അതേപോലെ പാരന്റ് കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ കളക്ട്.chat ഫോം ചെയ്ത് പിന്നെ ഒരു സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ reach.at എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ബേസിക്കലി കളക്ട്.chatന്റെ ഡിറൈവ്ഡ് ഫോം ആയിരുന്നു. അപ്പൊ അത് എന്തോ സക്സസ്ഫുൾ ആയില്ല. പിന്നെ അടുത്ത വാട്സ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തുടങ്ങി. അപ്പൊ അത് ഇപ്പം കളക്ട്.chat ആയിരുന്നു കമ്പനീന്റെ പേര്, പക്ഷെ ഒരു പാരന്റ് കമ്പനി പോലെ വേണം തോന്നി. മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കളക്ട്.chatന്റെ കാര്യത്തിൽ അധികം ചെയ്യാനില്ലായിരുന്നു. വൺസ് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പം അതിന്റെ ബഗ് ഫിക്സസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, സപ്പോർട്ട് വോളിയം ഒക്കെ കുറവാണ്. അപ്പൊ നമുക്ക് ടീമുണ്ട്, അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ വേറെയും പ്രൊഡക്ട്സ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ്. ആ കോവിഡ് ടൈമിലൊക്കെയാണ് 2020 ആ ടൈമിലാണ് നമ്മൾ ഒരു മൈക്രോ കമ്പനി എന്ന് പറഞ്ഞ ഒരു പാരന്റ് ഫോം ചെയ്തിട്ട് മൾട്ടിപ്പിൾ സാസ് പ്രൊഡക്ട്സ് ചെയ്യാം എന്നുള്ള ഒരു ഇത് തുടങ്ങിയത്. അപ്പോൾ ഇപ്പം കറന്റ്ലി ഒരു 6 പ്രൊഡക്ട്സ് റണ്ണിങ് ആണ്. അപ്പോൾ എല്ലാ കമ്പനിയും എല്ലാ പ്രൊഡക്ട്സും റവന്യൂ മേക്കിംഗ് ആണ്. ഇപ്പൊ 6 പ്രൊഡക്ട്സ് 6ഉം റവന്യൂ മേക്കിംഗ് ആണ്. അപ്പൊ അത് സ്റ്റാർട്ടിങ്ങിൽ റവന്യൂ ആയിരുന്നില്ല ഉദ്ദേശം, പക്ഷെ നല്ല രീതിയിലാണ് പോയി. ഇപ്പൊ ഷൈജലിന്റെ പ്രൊഡക്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരു മാർക്കറ്റ് പ്ലേസിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എല്ലാം ഒരു മാർക്കറ്റ് പ്ലേസിൽ ഇടുന്നത്? എന്താണ് ഈ മാർക്കറ്റ് പ്ലേസിന്റെ അഡ്വാൻറ്റേജും തോന്നുന്നത്? ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെ ഐഡിയ അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് ആ ഒരു സ്റ്റേജിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്ട്രിബ്യൂഷനാണ്, ആൾക്കാരിലേക്ക് അത് എത്തിക്കുക എന്നുള്ള കാര്യം. അപ്പം അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഈ ഒരു മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത്. മാർക്കറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ വേറെയുള്ള ഒരു ബിഗ്ഗർ പ്രൊഡക്റ്റിൻ്റെ ഒരു ആപ്പ് സ്റ്റോർ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാം. ഒരു ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആപ്പിൾ ഒരു ഐഫോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിലെ ഒരു സബ് പ്രൊഡക്ട്സ്, അത് നമുക്ക് ചെറിയ പ്രൊഡക്ട്സ് ആപ്സ് ഉണ്ടാക്കിയിട്ട് അവരെ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ ഷോപ്പിഫൈ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, ഫെലിക്സ് അതിലായിരിക്കും കൂടുതലായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ വർക്ക് പ്ലേസ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിലാണ് പ്രൊഡക്ട്സ് ചെയ്യൽ. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ പ്രൊഡക്ട്സും ഫസ്റ്റ് മിക്കവാറും അത് കളക്ട്.chatന് ശേഷം കേട്ടോ. കളക്ട്.chat നമ്മൾ മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്യാതെയാണ് ഗ്രോ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ ഗൂഗിളിന്റെ മാർക്കറ്റ് പ്ലേസിലായിരുന്നു.
ലിസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റ് ഓഫ് യൂസേഴ്സ് അതിൽ നിന്നാണ് കിട്ടിയത്. അപ്പം അത് ഫെലിക്സിനെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഷോപ്പിഫൈനെ പറ്റി, മാർക്കറ്റ് പ്ലേസിനെ പറ്റി കൂടുതലായിട്ട് അറിയായിരിക്കും. ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു ജേർണി, ഷോപ്പിഫൈ എങ്ങനെ എക്സ്പ്ലോർ ചെയ്തത്? അപ്പോൾ ഈ ഐഡിയ തന്നെയാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ടൈം ഡെവലപ്പേഴ്സ് ആയ കാരണം കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് മെയിൻ ചെയ്യേണ്ട സാധനങ്ങൾ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആൾക്കാർ വരണം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി. ഈ മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റഡ് ആകുമ്പോൾ ഓൾറെഡി ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ സൊല്യൂഷൻസ് വേണ്ടി സെർച്ച് ചെയ്ത് ആൾക്കാർ ഓൾറെഡി പല ആപ്സും ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പോൾ അതിലേക്ക് എന്താ പറയുക, ആ ഒരു പാർട്ട് നോക്കണ്ട. whereas we can build a really good product. Product led growth drive ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ആപ്സ് ഉണ്ടാക്കിയിടുക. whereas ആ സൈഡ് തിരിഞ്ഞു നോക്കണ്ടേ വേണ്ട, ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. പിന്നെ ബെറ്റർ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ people will always switch to our product. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജ്. ആൻഡ് day one തന്നെ റവന്യൂ കിട്ടുകയും ചെയ്യും. ഞാൻ ഈ ഒരു ബാക്കിയുള്ള ലേണിങ്സ് ഞാനും എന്റെ കോളേജ് സമയത്തായാലും ബാക്കിയുള്ള സ്റ്റാർട്ടപ്സിനെ ഒബ്സർവ് ചെയ്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രൊഡക്റ്റ് ഉണ്ടാക്കും, മാസങ്ങളോളം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അപ്പോ അതൊക്കെ സോൾവ് ചെയ്യാനുള്ളതാണ്. പിന്നെ എക്സ്റ്റേണൽ ഫണ്ടിങ്ങിനും ആവശ്യമില്ല. ജസ്റ്റ് ഇന്റർനെറ്റും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ യു ക്യാൻ ബിൽഡ് എ പ്രൊഡക്റ്റ്, പുട്ട് ഇറ്റ് ഓൺ എനി ഓഫ് ദിസ് മാർക്കറ്റ് പ്ലേസ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് റവന്യൂ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം ആദ്യം തന്നെ അതൊരു എമൗണ്ട്, ഒരു ഫണ്ടിങ് കിട്ടണം എന്നുള്ളതാണ്. ബൂട്ട് സ്ട്രാപ്പിംഗിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് പ്ലേസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം നമ്മൾ കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കമ്പനിയും റിമോട്ട് ഫസ്റ്റ് ആണ്, നമുക്ക് ഓഫീസ് ഇല്ല. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഷൈജലിനാണ് കുറെ പഠിച്ചിട്ടുള്ളത്. സോ ഷൈജലിന്റെ റീസൺ എന്തായിരുന്നു ഫോർ നോട്ട് ഹാവിംഗ് ഓഫീസ് റിമോട്ട് ഫസ്റ്റ്? അതൊരു നോമാഡലിസ്റ്റ്, ആ ഒരു പീറ്റർ ലെവൽസ് നന്നായിട്ട് ഇൻസ്പയർഡ് ആയിരുന്നു. ആ ഒരു ബൂട്ട് സ്ട്രാപ്പിങ്ങും റിമോട്ടും അത് രണ്ടും റിലേറ്റഡ് ടു ഫ്രീഡം തന്നെ പറയാം. നമ്മൾ എന്തിനാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്, ഫ്രീഡത്തിന് വേണ്ടിയാന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു റിമോട്ട് എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുത്തത്. നമുക്ക് എവിടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പം ഒരു ട്രിപ്പ് പോവുകയാണ്, ഒരു 1 month വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, വേൾഡിൽ എവിടെയും പോവുകയാണെങ്കിലും അവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് നമ്മളെ കമ്പനിക്ക് നമ്മൾ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ വേൾഡിൽ എവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ സെയിം ഇമ്പാക്ട് വരുത്താൻ പറ്റണം എന്നുള്ളൊരു ആ ഒരു രീതിയിൽ തന്നെയാണ് റിമോട്ട് ചെയ്യണം എന്നുള്ള ഡിസൈഡ് ചെയ്തത്. അപ്പം അതും തിരിഞ്ഞു നോക്കുമ്പോൾ ഗുഡ് ഡിസിഷൻ അത് മേ ബി പ്രൊഡക്ടിവിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മളെ ഗോൾസ് എന്താണ്, അത് ഡെഫിനറ്റ്ലി ഇതായിട്ടുണ്ട്. എന്റെ കാര്യത്തിലാണെങ്കിലും കോ ഫൗണ്ടർ അസ്ലമിന്റെ ഇതിലാണെങ്കിലും നമ്മളെ മെയിൻ കാര്യം ഈ ഒരു ഫ്രീഡം എന്നുള്ള, അധികം ഫുള്ള് ബെസ്റ്റ് പെർഫോമിങ് ആക്കാൻ പറ്റൂല, പക്ഷെ എന്നാലും നമ്മൾ ഹാപ്പിയാണ്, അതേമാതിരി ടീം ഹാപ്പിയാണ്. അപ്പൊ അതാണ് ടീമിന്റെ ഹാപ്പിനെസ്സും നമ്മളെ ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം, ആ ഒരു ഇതായിരുന്നു ഗോള്. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി റിമോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പം കോവിഡിന്റെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാ കമ്പനികളും റിമോട്ടായി, പക്ഷെ നമ്മള് അത് 2017 മുതൽ ചെയ്യുന്ന കാര്യമാണ്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ലോസ് എന്നൊന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങളും സ്റ്റാർട്ട് ചെയ്തതിന്റെ സെയിം റീസൺ ഷൈജലിലെ ഇൻസ്പയർഡ് ആണ് എന്റെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിലാണെങ്കിലും ഇപ്പൊ ഓഫീസിന് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസും അതൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ആ എമൗണ്ട് ക്യാൻ ബി സ്പെൻഡ് ഓൺ സംതിങ് എൽസ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ 4 മാസം കൂടുമ്പോൾ നമ്മളൊരു എക്സോട്ടിക് ലൊക്കേഷനിൽ പോയിട്ട് എയർബിൻബി ബുക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ റീസെന്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഗോവയിൽ പോയി. ആരും ഇതുവരെ ഗോവയിൽ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാവരും ഗോവയിൽ പോകുന്നത്. ആൻഡ് എയർബിൻബി ബെസ്റ്റ് എക്സ്പീരിയൻസ്, ഫുൾ എക്സ്പെൻസ് പെയ്ഡ് ബൈ കമ്പനി. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കമ്പനി സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓഫീസിന് കൊടുക്കുന്ന ആ ഒരു അതിനൊരു ചെറിയൊരു ഭാഗം മതി ഇതൊക്കെ ചെയ്യാൻ. അപ്പോ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. എക്സാക്ട്ലി. റിമോട്ടിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് നമ്മള് ഒരു ഓഫീസ് ഒരു ഫിസിക്കൽ ലൊക്കേഷനിൽ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അടുത്തുള്ള ആൾക്കാരെ മാത്രമേ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പകരം നമ്മൾ വേൾഡ് വൈഡ് ടാലൻസിനെ അക്വയർ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അതേപോലെ തന്നെ അതിന്റെ ഡ്രോബാക്സും ഉണ്ട്. പക്ഷെ നമ്മള് അത് നല്ല കാര്യം എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് നമുക്ക് എവിടുന്നും ഹയർ ചെയ്യാം നല്ല ടാലൻസ്, ഒരു ലാർജ് പൂൾ ഓഫ് ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു സിലിക്കൺ വാലിയിലെ ഒരു വെൽ ഫണ്ടഡ് സ്റ്റാർട്ടപ്പ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടിയിരിക്കും സാലറി വൈസ്. ആ ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മൾ റൈറ്റ് രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആൾക്കാരെ കിട്ടും. അപ്പം അതിൽ നമുക്ക് നമ്മളെ കമ്പനിയിൽ തുർക്കിയിൽ നിന്ന് 2 പേരുണ്ട്. അപ്പം അതേപോലെ ബാക്കി ഡെവലപ്പേഴ്സ് അധികം കേരളത്തിൽ നിന്ന് തന്നെയാണ്. നമുക്ക് നല്ലൊരു ആ ഒരു എക്കോസിസ്റ്റം ഇവിടെ നല്ല അടിപൊളിയായതുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ഡെവലപ്പേഴ്സ് ഹയർ ചെയ്യാറുള്ളൂ. പക്ഷെ അതർ റോൾസ് ലൈക്ക് കസ്റ്റമർ സപ്പോർട്ട് ഒക്കെ നമ്മൾ ഡെഫിനറ്റ്ലി പുറത്തുനിന്ന്, അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് നല്ല കസ്റ്റമേഴ്സിന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആൾക്കാർ പുറത്ത് നല്ല ആൾക്കാരുണ്ട്.
അപ്പം അതുകൊണ്ട് അത് റിമോട്ട് ആയതുകൊണ്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ആൾക്കാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ. ഓക്കെ. പിന്നെ ഇതിപ്പോ ആഡ് ചെയ്യുന്ന സപ്പോർട്ടിന് പറഞ്ഞു, കസ്റ്റമർ സപ്പോർട്ടിന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ടൂൾ ഹെൽപ്പ് ഡോട്ട് സെന്റർ കസ്റ്റമർ സപ്പോർട്ട് ടൂൾ ആണല്ലോ. അപ്പൊ അത് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. അപ്പോൾ വെർ യു സീ ദിസ് ഓൾ ഗോയിങ്? ഇപ്പോൾ നിങ്ങൾ പുതിയ ടൂൾസിലാണെങ്കിലും കൊണ്ടുവരാൻ പോകുന്ന ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ. ഇപ്പൊ നമ്മളെ എല്ലാ പ്രൊഡക്ട്സും ഒരു നോ കോഡ് ടൂൾ ആ ഒരു ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. ഈ നോ കോഡ് എന്താണ്? നോ കോഡ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് ഒരു സ്റ്റോർ ഉണ്ടാക്കണം, ആൾക്കാർക്ക് ഓൺലൈനായിട്ട് സാധനം സെല് ചെയ്യണം. അപ്പം അതിന് പണ്ടുള്ള വേ എന്ന് പറഞ്ഞാൽ അതൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് കോഡ് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം അതിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടൂൾസ് ഉണ്ട്. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, നിങ്ങൾ ജസ്റ്റ് 2 മൗസ് ക്ലിക്ക് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു നല്ലൊരു സ്റ്റോർ ഉണ്ടാക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ അതൊരു എക്സാമ്പിളാണ്. അതേപോലെ പല കാര്യങ്ങളും നമുക്ക് കോഡിങ് ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് നോ കോഡ്. അപ്പം നമുക്ക് നമ്മളെല്ലാ പ്രൊഡക്ട്സിലും അങ്ങനെ കോഡിങ് ഇല്ലാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനത്തെ ഇതാണ് ചെയ്യുന്നത്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ചെയ്ത കാര്യമാണ് ഹെൽപ്പ് ഡോട്ട് സെന്റർ എന്നുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് ടൂള്. ചാറ്റ് GPT വെച്ചിട്ടാണോ? ചാറ്റ് GPT വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ചാറ്റ് GPTന്റെ ഹൈപ്പ് വരുന്നതിന്റെ മുമ്പ് തന്നെ അത് ഡെവലപ്മെന്റ് തുടങ്ങിയിരുന്നു. ഓക്കെ. അത് നമ്മളെ തന്നെ ഒരു 5-6 പ്രൊഡക്ട്സ് റണ്ണിങ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എപ്പോഴും ഒരു പെയിൻ പോയിന്റ് ആയിരുന്നു നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് ടൂൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ റിമോട്ട് ആൾക്കാർ കുറവാണ്, നമ്മൾ 5 പേരാണ് മൊത്തത്തിൽ ആ ടൈമിൽ ഹാൻഡിൽ ചെയ്തത്. അപ്പം അത്രയും കസ്റ്റമേഴ്സ്, തൗസൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ ഒരു 5 പേര് ലെസ് ഫണ്ടിങ് ഒക്കെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളേതായ യുണീക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ സപ്പോർട്ട് ടൂള് നമ്മൾ തന്നെ ഉണ്ടാക്കാന്ന് ഡിസൈഡ് ചെയ്ത് അങ്ങനെ വരുന്ന ടൈമിലാണ് ഈ ഒരു ചാറ്റ് GPT ഹൈപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നത്. അപ്പൊ അത് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാന്ന് ആലോചിച്ച് അങ്ങനെ AI നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി നമുക്ക്. എന്നിട്ട് ഞാനത് കാണുന്നത് ട്വിറ്ററിൽ ഒരു വൈറൽ ത്രെഡ് ആയിട്ടാണ്. സോ അത് ട്വീറ്റ് ചെയ്ത റീസണും അതിന്റെ റിസൾട്ട് എന്താക്കി കിട്ടി? അതെ. ഇപ്പം മാർക്കറ്റ് പ്ലേസിന്റെ പറഞ്ഞ പോലെ തന്നെ വേറൊരു നല്ലൊരു ചാനലാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ട്വിറ്ററിൽ ഞാൻ നമ്മളെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ത്രെഡ് ഉണ്ടാക്കി ആൾക്കാർ റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ടാഗ് ചെയ്ത് കഴിഞ്ഞപ്പം അതെന്തോ വൈറലായി. അപ്പം അത്യാവശ്യം നല്ല ഇനീഷ്യൽ സെറ്റ് ഓഫ് യൂസേഴ്സ് അതിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ AI അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ടാഗ് ചെയ്തിട്ട് അങ്ങനെയാണ് അത് ഒരു സ്റ്റേജിലെത്തിയത്. ഇനി AI സംഭവം എങ്ങനെയാണ്? വേർ ഡു യു സീ ഇറ്റ്സ് ഗോയിങ്? ഇപ്പോൾ നേരത്തെ നമ്മൾ ഓഫ്ലൈൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് AI ജനറേറ്റഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെ പറ്റി ഒന്നും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. AI എന്ന് പറഞ്ഞാല് ഇപ്പൊ കറന്റ്ലി ഒരു ഹൈപ്പ് സ്റ്റേജ് എന്ന് പറയാം. എല്ലാവരും എന്തെങ്കിലും AI ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് ചാടുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ ഒരു സാച്ചുറേഷൻ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കില്ല മെയിൻ ഒരു കാര്യം. അതൊരു സൈഡായിട്ട് AI എന്തായാലും വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അതില് നമ്മൾ ഇപ്പം ഒരു AI പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും AI വെച്ച് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മളെ എക്സിസ്റ്റിംഗ് പ്രോബ്ലം, ഒരു റിയൽ പ്രോബ്ലം, ഒരു കസ്റ്റമർക്ക് ഉള്ള പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ AI ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ആ രീതിയിൽ വേണം ആലോചിക്കാൻ. അപ്പം നമ്മൾ അതേപോലെ ഹെൽപ്പ് ഡോട്ട് സെന്ററിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യമാണ് ഒരു സെൽഫ് സർവീസ് കസ്റ്റമർ സപ്പോർട്ട് വേണം എന്നുള്ളത്. അത് ആൾക്കാരെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കണ്ടെത്താനുള്ള ഒരു ഹെൽപ്പ് സെന്റർ വേണം എന്നുള്ളത്. അപ്പൊ അതിൽ AI വന്നപ്പോൾ അതൊരു റൈറ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പോൾ AI ഉപയോഗിക്കണം എന്ന് വിചാരിച്ച് ഉപയോഗിക്കരുത്, പക്ഷെ അത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്രൊഡക്ട്സിലും വൺ വേ ഓർ അനദർ വേ AI ഉണ്ടാവും എന്നുള്ളൊരു തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക് സ്റ്റാക്ക് എന്തൊക്കെയാണ്? ഈ മൈക്രോ കമ്പനികളുടെ പല പല പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അതിലൊക്കെ കോമൺ ആയിട്ടുള്ള ടെക് സ്റ്റാക്ക് എങ്ങനെയാണ്? നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സ്റ്റാക്ക് ആണ് എല്ലാം ഉപയോഗിക്കുന്നത്. അത് റിയാക്ട് മേൺ സ്റ്റാക്ക് എന്ന് പറയാം. അതെ. അപ്പം റിയാക്ട് നോഡ്, ആ ഒരു MongoDB, ആ ഒരു സംഭവം. അപ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം എന്ന് പറയാം. അത് നല്ല ആൾക്കാർ അവൈലബിൾ ആണ് അതിൽ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഭയങ്കര കട്ടിങ് അടിച്ച് ആരും ഉപയോഗിക്കാത്ത ടെക്നോളജി ഉപയോഗിച്ചാൽ പറഞ്ഞാൽ ആൾക്കാരെ കിട്ടാനും മെയിൻറ്റെയിൻ ചെയ്യാനും പ്രയാസം. ടീമിൽ പലരും വരാൻ പോകാം, ആ ഒരു കാര്യം ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ടെക് സ്റ്റാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നോൺ സ്റ്റാക്ക് ചൂസ് ചെയ്തത്. അപ്പം അത് തന്നെയാണ് ഇപ്പം എല്ലാ പ്രൊഡക്ട്സും ആ ഒരു സ്റ്റാക്കിൽ തന്നെയാണ് റണ്ണിങ് ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിന് പുറമെ ആയിട്ട് ഇപ്പോൾ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക് സ്പേസ് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇതുവരെ ഓഫീസൊന്നും ഉണ്ടാവില്ല, അടിപൊളി ഓഫീസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്തിട്ടുള്ളത്?
ഓക്കെ, അത് വർക്ക് സ്പേസ് ഞാൻ എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. Okay. ഏറ്റവും നമ്മളെ ബെസ്റ്റ് ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള അത് വർക്ക് സ്പേസിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു വർക്ക് സ്പേസ് ആണെങ്കിൽ നമുക്ക് ഒരു മൈൻഡിന് ക്ലിയർ ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് റീസെൻ്റ്ലി ഒരു വർക്ക് സ്പേസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വാക്കിംഗ് ട്രെഡ്മില്ല് വെച്ചിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടേബിളും വെച്ച് അങ്ങനെ അതിൽ മറ്റേ അത് കുറച്ച് പേര് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം പണ്ട് മുതൽ നോക്കുകയാണെങ്കിൽ മറ്റേ ലിനക്സിന്റെ അവരുടെ സ്പേസ് അങ്ങനെ ആയിരുന്നു. അത് വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ എക്സസൈസും സൈഡായിട്ട് നടന്നോളൊന്നുമില്ല. അല്ലാതെ നമ്മളായിട്ട് ജിമ്മ് ഞാനങ്ങനെയാണ് കുറച്ച് ലേസി ആയിട്ടുള്ള. അതുകൊണ്ട് അങ്ങനെ വർക്കൗട്ടും അതിന്റെ സൈഡായിട്ട് നടന്നോളും എന്നുള്ളതിൽ അങ്ങനെ ഒരു വർക്ക് സ്പേസ് സെറ്റപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ട്രെഡ്മില്ല് താഴെ ഉണ്ടാവും, നമ്മൾ എണീറ്റ് വന്നിട്ട് വർക്ക് ചെയ്യാമെന്നില്ല. പോഡ്കാസ്റ്റിന്റെ എൻഡിങ്ങിലേക്ക് എത്താണ്. അപ്പോൾ ഈ വ്യൂവേഴ്സിനോട് പറയാനായിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഒരാൾ കാണുന്ന ആൾക്കാർ ഈ സാസും ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം, ഇപ്പോൾ കോളേജ് പിള്ളേരായിരിക്കാം, ജസ്റ്റ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ടാലൻസ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു മേക്കർ ആകണം താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ നിങ്ങൾ സാധനം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കുക. അത് ആ ഒരു ഇതിൽ മാത്രമേ അത് നമുക്ക് കസ്റ്റമേഴ്സിന് വേണോ അത് വാലിഡേറ്റഡ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ഐഡിയ സ്റ്റേജിൽ നിന്നിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാം അങ്ങനെ ഡിലേ ആയിട്ട് നിൽക്കരുത് ഒരിക്കലും. പിന്നെ ഈവൺ അത് ഫെയിൽ ആയാലും നമുക്ക് ആ ലേണിങ്സ് നമുക്ക് ഒരു വേറൊരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ ഉപയോഗിക്കാം. അത് അല്ലെങ്കിൽ ആ ലേണിങ്സിനായിരിക്കും നമ്മൾ അടുത്ത ഐഡിയ കിട്ടുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് മാർക്കറ്റിൽ എത്തിക്കുക. പിന്നെ എക്സ്റ്റെൻഡ് പറയാനുള്ളത് ഇപ്പോൾ ഹാക്കത്തോൺസ് നിങ്ങൾ തന്നെ ടീമായിട്ട് ഫോം ചെയ്ത് ഹാക്കത്തോൺസ് കോളേജിലുള്ളവർക്ക് എനിക്ക് ഡെഫിനറ്റ്ലി പറയാനുള്ള ഒരു കാര്യം, ഹാക്കത്തോൺസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു അപ് സ്കില്ലിങ്ങിനും പിന്നെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയ ആൾക്കാർ നമ്മുടെ കോളേജിലുള്ള ആൾക്കാർ മാത്രമല്ല വേറെ കോളേജിലും ഈ ടെക്കില് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹാക്കത്തോൺസ് ഡെഫിനറ്റ്ലി. ഇപ്പൊ നിങ്ങളായാലും ഇപ്പൊ ഹയർ ചെയ്യുമ്പോൾ റെസ്യൂമേഴ്സ് ആയിരിക്കില്ലല്ലോ നോക്കാം, നിങ്ങൾ ഗിറ്റ്ഹബ് പ്രൊഫൈൽസ് അതൊന്നും ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഹയറിംഗ് പ്രോസസ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമ്മള് ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി റെസ്യൂമെ നോക്കാറില്ല, അതേപോലെ ഡിഗ്രീസ് നോക്കാറില്ല, ബിടെക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. എന്താണ് ചെയ്യാൻ പറ്റുക, അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, അത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അത് ഫെയിൽഡ് ആയിരിക്കാം, അത് ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഒരു കസ്റ്റമേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അത് എത്രത്തോളം നല്ല രീതിയിൽ അവരൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി, ആ കാര്യം തന്നെയാണ് ഡെഫിനറ്റ്ലി നോക്കാറ്. അതെ, ഇപ്പൊ ഞാനായാലും ഹയർ ചെയ്യുമ്പോൾ ലിങ്ക്ഡിനിലാണ് ത്രൂ ആണ് ഹയർ ചെയ്യാറ്. അപ്പോൾ ആൾക്കാർ ചെറിയ സൈഡ് പ്രൊജക്റ്റ് ആവാം, ചെറിയ കോമക്ഷൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അവരൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ചുമ്മാ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഹാപ്പിയാണ്, അവരായിട്ട് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് തോന്നും. ബാക്കിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് റെസ്യൂമെ ആയി ഫോർവേഡ് ചെയ്ത് തരും, വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല, സർട്ടിഫിക്കറ്റ് ഒന്നും കാര്യമില്ല. ആക്ച്വൽ ഇങ്ങനെ എന്താ പറയാ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് ഓക്കെ വി ഷുഡ് ടോക്ക് ടു ദിസ് ഗൈ, ലൈക്ക് ഈവൻ ഇഫ് വി ഹയർ ദം ഓർ നോട്ട് ലെറ്റ്സ് ടോക്ക് വിത്ത് ദം. അപ്പൊ ആ ഒരു സംഭവമാണ് എനിക്കും വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് തുടങ്ങിയ സമയത്ത് കേരള പ്രൊഡക്ഷൻ കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്താണെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പൊ ടെക് ക്രഞ്ച്, എല്ലാവരും ടെക് ക്രഞ്ചിൽ ആർട്ടിക്കിൾസ് വരുമ്പോൾ കമ്പനി സക്സസ്ഫുൾ ആയെന്നുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കേരള പ്രൊഡക്ഷൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആക്ച്വൽ റവന്യൂ ഷെയർ ചെയ്യും, ആക്ച്വൽ പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കി ഷെയർ ചെയ്യും. നമ്മൾ ഈ ഫണ്ടിങ്ങിനെ കൂടുതൽ ഓവർ എംഫസിസ് കൊടുക്കാണ്ട് ആക്ച്വൽ പ്രൊഡക്റ്റ് എങ്ങനെ ബിൽഡ് ചെയ്തു, ലോട്ട് ഓഫ് തിങ്സ് വിച്ച് മീഡിയ ടോക്സ് അബൌട്ട്. അപ്പോൾ അതാണ് കേരള പ്രൊഡക്ഷൻ ഹാസ് ബീൻ. അപ്പോൾ ഷൈജൽ വാസ് വൺ ഓഫ് ദ ഇനീഷ്യൽ മെമ്പേഴ്സ് ആസ് വെൽ. അപ്പോൾ കേരള പ്രൊഡക്ഷൻ എങ്ങനെ ലൈഫിൽ എനേബിൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു തിങ് ദിസ് ഈസ് ഗോയിങ്? കേരള പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു സ്റ്റേജിലും നമുക്ക് ആസ് എ ഫൗണ്ടർ നമുക്ക് കുറെ പ്രോബ്ലംസ് ഡെയിലി എൻകൗണ്ടർ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാർക്ക് ചിലപ്പം അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അതിന് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രൊഡക്റ്റ് വഴിയാണ് ഞാൻ ലോഞ്ച് ചെയ്തത്. അത് നന്നായിട്ട് പ്രൊഡക്റ്റ് ആസ് എ കമ്മ്യൂണിറ്റി അത് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം അതില് ആ കേരളം നമ്മൾ മലയാളി ഇക്കോ സിസ്റ്റം അതും കൂടി വന്നപ്പം അത് നല്ലൊരു കാര്യമായിട്ട് ലൈഫിൽ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പം താങ്ക്സ് ഫോർ ക്രിയേറ്റിംഗ് ദ കമ്മ്യൂണിറ്റി. നമ്മൾ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് നമ്മൾ കേരള പ്രൊഡക്റ്റിന്റെ ആക്ടിവിറ്റി ആയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒപ്പം തന്നെ എല്ലാ 2 മാസം കൂടുമ്പോൾ നമ്മൾ തൃശ്ശൂർ, കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം, പിന്നെ ബാംഗ്ലൂർ ഉണ്ട്. ഇപ്പോൾ എല്ലാ 2 മാസം കൂടുമ്പോൾ നമ്മൾ റൊട്ടേറ്റിംഗ്ലി മീറ്റപ്സ് ഓർഗനൈസ് ചെയ്ത് പോയി വരാ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സിൽ നല്ലൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു ബേസ് എന്ന് വെച്ചാൽ സ്ട്രോങ് ബേസ് ഉണ്ട്. നമ്മൾക്കിപ്പോൾ
ലുക്ക് അപ്പ് ടു സിലിക്കൺ വാലി വരെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നല്ല സോളിഡ് സെറ്റ് ഓഫ് ഫൗണ്ടേഴ്സും ഉണ്ട്, നല്ല ടെക് ആൾക്കാരും ഉണ്ട്. സോ അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാനാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിലും വീഡിയോസും റീൽസും ഒക്കെ ഉണ്ടാക്കുന്നത്. മുമ്പ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ട്രൈ ടു റിമെയിൻ ആസ് സ്മോൾ ആസ് ആരും അറിയാതെ ജീവിച്ചു പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. ബട്ട് നൗ ഐ ഫീൽ ഇറ്റ്സ് റൈറ്റ് ടൈം. വി ഹാവ് എ ലാസ്റ്റ് 5 years സോളിഡ് ട്രാക്ക് റെക്കോർഡ്, സോളിഡ് ഗുഡ് ഇന്റൻഷൻ ആസ് വെൽ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റീൽസും പോഡ്കാസ്റ്റും നമ്മൾ ലാസ്റ്റ് 5 years നമുക്ക് 300ഓളം ഫൗണ്ടേഴ്സ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഓരോ എപ്പിസോഡ് കൊണ്ടുവരാനാണ് ഐ എം പ്ലാനിങ് ടു ഡു ദാറ്റ്. അപ്പോൾ ഷൈജൽ ഈസ് വൺ ഓഫ് ദ ഫ്യൂ ഫോർച്ചുനേറ്റ് വൺസ് ടു ബി പാർട്ട് ഓഫ് ദ ഇനീഷ്യൽ എപ്പിസോഡ്സ്. ഐ തിങ്ക് ഷൈജലിലെ എൻ്റെ ലൈഫ് ആക്ച്വലി ഇപ്പോൾ ഇതിലുള്ള മിക്ക ആൾക്കാരും ത്രൂ ഇൻസ്പയർഡ് ആണ്. ഈവൻ സലി ആയാലും ഷൈജൽ ആയാലും ഇപ്പോൾ ബൈമികോഫിൽ ജിജോ ആയാലും ഇവരെല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആണ് ഞാൻ ഇപ്പോൾ വട്ട് എവർ ഐ ഗെറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഷൈജൽ പേഴ്സണലി ഐ എം റിയലി താങ്ക്ഫുൾ what I am doing right now, Final Labs, Shopify, ഇതൊക്കെ ഐഡിയ ഒക്കെ ഒരു സീഡ് പോലെ സ്പ്രൗട്ട് ചെയ്തത് ബാക്ക് ഇൻ 2017-2018 സമയത്താണ്. വെൻ യു റോട്ട് ദാറ്റ് ബ്ലോഗ്. ആ ബ്ലോഗാണ് ഞാൻ പറഞ്ഞത്. ബ്ലോഗ് ഇപ്പോഴും ഞാൻ റീകോൾ ചെയ്യുന്നുണ്ട്. ഐ യൂസ് ടു റീഡ് ഇറ്റ് ആൻഡ് ലൈക്ക് ലിറ്ററലി ലൈക്ക് ദിസ്. അപ്പോൾ അങ്ങനെ വായിച്ച ആളാണ്. അപ്പോൾ now eventually I could also start up something on my own. It took some years, but our blog was inspiration. അപ്പോൾ all I'm requesting is keep inspiring people like us to build startups one day. So I'm really thankful for that. Thank you. Keep doing this. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്ര നേരം ഇത് കേട്ടിരുന്ന വ്യൂവേഴ്സിനോടും ഇത് ഷെയർ ചെയ്ത ഷൈജലിനോടും വെരി താങ്ക് യു സോ മച്ച്. ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് ചൈൽഡ്ഹുഡ് കവർ ചെയ്തു. ഒപ്പം തന്നെ ഫസ്റ്റ് ഡോളർ എങ്ങനെ ഇന്റർനെറ്റിൽ നിന്ന് ഉണ്ടാക്കി എന്നുള്ളതും, പിന്നെ ലേറ്റർ ഓൺ കളക്ട് ചാറ്റ് ഉണ്ടാക്കിയതും, അതായത് ഹെൽപ്പ് സെന്ററും, പിന്നെ മൈക്രോ കമ്പനി ഫോം ചെയ്തും, പിന്നെ ഹയറിങ്ങും ടെക് സ്റ്റാക്സും, വേറെ എന്തൊക്കെ ട്രെൻഡ്സ് ആണ് എയിൽ വരാൻ പോകുന്നത്, ഇതൊക്കെ ഷൈജലിൽ നിന്ന് ഷെയർ ചെയ്തു. ഷൈജൽ വിൽ ബി ബാക്ക് ഇൻ അവർ നെക്സ്റ്റ് ഫ്യൂച്ചർ പോഡ്കാസ്റ്റ് ആസ് വെൽ. അപ്പോൾ മേക്ക് ഷുവർ യു ഫോളോ. എങ്ങനെയാണ് ഷൈജലിനെ ആൾക്കാർ കണ്ടെത്താൻ പറ്റുക? എനിക്ക് എൻ്റെ വെബ്സൈറ്റ് shaijal.com SHYJAL.com, അല്ലെങ്കിൽ ട്വിറ്ററിലുണ്ട് സെയിം ഷൈജൽ. Make sure you follow Shaijal on this account to get updated about what he's building. Thanks again, Shaijal, and look forward to having you on next. Thanks for having me. Yes, definitely.